ഇമ്മാനുവൽ ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ബോധവൽക്കരണ സന്ദേശ യാത്രയും ആണ് ഈ വീതിയിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്തുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകൾ ഞാൻ പറയാതെ തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റു വാർത്തയിലൂടെയൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. മുൻപ് കാലങ്ങളിൽ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളം ഐവികളും പൂമ്പാറ്റകളും പച്ചപ്പുല്ലുകളും കേരവൃക്ഷങ്ങൾ കാതോർത്തു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ കാണുവാൻ എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചന്തമാണ്. ഇന്നതെല്ലാം പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ഈ ലോകത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരു കാലഘട്ടം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും സ്വസ്ഥതയില്ല, സമാധാനമില്ല. നമ്മുടെ രാജ്യത്തെ കാണുന്നില്ലെന്ന മദ്യവും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയായി എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോകുന്നു. സുഹൃത്തെ, ഞങ്ങളിത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, ഇവർക്കൊന്നും ഒരു പണിയുമില്ലയോ? ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുവനെ പോലെ ഈ മദ്യവും മയക്കുമരുന്നും ചെരസിനും പാൻ മസാലയ്ക്കും കഞ്ചാവിനും ലഹരി പദാർത്ഥത്തിനും അടിമയായി രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രസംഗിച്ച് തകർന്ന് തരിപ്പണമായി 3 തവണ ആത്മഹത്യക്ക് ശ്രമിച്ച എന്നെ യേശു വിടുവിച്ചത് ഞങ്ങൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിലും ഈ സന്ദേശം വിളംബരം ചെയ്യുന്നു. ലോകം മുഴുവൻ അടക്കിപ്പരിച്ച് അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു. അദ്ദേഹത്തിന്റെ കല്ലറ അടഞ്ഞുകിടക്കുന്നു. ഞങ്ങൾ പറയുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറ പാലസ്തീന്റെ പച്ചമണ്ണിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല. അത് ഞങ്ങൾ പറയുന്ന വിശുദ്ധ ബൈബിളിനകത്ത് അതേ പദം തന്നെ എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നത് കലിയുഗ കാലമാണ്. ഒരു ചെറിയ കുടുംബത്തിൽ എടുത്തു കഴിഞ്ഞാൽ മദ്യവും മയക്കുമരുന്നും ചെരസും ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ദുർബലമായ വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങൾ കേൾക്കുന്നത്. നമ്മുടെ രാജ്യം ഇങ്ങനെ മാറിയാ മതിയോ? സന്തോഷം വേണ്ടേ? സമാധാനം വേണ്ടേ? യുവതലമുറകളെ എടുത്തു പഠിച്ച സ്കൂൾ ക്യാമ്പസുകളിൽ ലഹരി പദാർത്ഥങ്ങൾ അടിമയായി പോയി. സമാധാനം എവിടെ നിന്ന് വരും? ഞങ്ങൾ ചൂണ്ടിപ്പറയാം, സമാധാനം യേശുക്രിസ്തുവിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തു പറയുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോയി, ഞാൻ പോയതുപോലെ വീണ്ടും വരും നിങ്ങളെ ചേർത്തുകൊള്ളുക. ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ചെരസിനും പാൻ മസാലയ്ക്കും അടിമപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മളെല്ലാവരും മരിക്കും. മരിച്ച് നിങ്ങൾ പറയും, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകാമെന്ന്. അത് തെറ്റാ. മരണശേഷം ഒരു ജീവിതമുണ്ട്. നരകത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കെടാത്ത തീയും ചാകാത്ത പുഴുകുമാണ്. അതുകൊണ്ട് ഒരു മാനസാന്തരം ഉണ്ടാകണം. ഒരു സാധാരണപ്പെട്ടവൻ എന്തിനുറേ പണിയെടുത്തിട്ട് ആ സാമ്പത്തികം മുഴുവൻ മദ്യഷാപ്പിലും കള്ളുഷാപ്പിനും ദൊരിക്കൂത്തുകളും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എങ്ങനെ സ്വസ്ഥത വരും? സമാധാനം വരും? നിങ്ങൾ ഒരുവരായിരുന്ന ഞങ്ങളെ മാറ്റിയെടുത്ത് യേശു ക്രിസ്തു